നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. നിങ്ങളൊരു പായസപ്രേമിയാണോ? പായസമേള വരുന്നു. ഈ ഓണത്തോടനുബന്ധിച്ച് KW കാർണിവലും കിച്ചണറിലെ ദി ജിഞ്ചർ ഗാർലിക് ഇന്ത്യൻ കൂസിനും ചേർന്ന് പായസമേള സംഘടിപ്പിക്കുന്നു. മലയാളത്തിന്റെ മാധുര്യമേറുന്ന വിവിധ തരം പായസങ്ങൾ നിങ്ങളുടെ രുചിമുകളങ്ങളെ ഉണർത്താൻ നിങ്ങളെ കാത്തിരിക്കുന്നു. ഓഗസ്റ്റ് 31 647 ഫ്രാങ്ക്ലിൻ ബ്രൂവാർഡ് കാംബ്രിഡ്ജിൽ വെച്ചാണ് പായസമേള നടക്കുന്നത്. KW മലയാളി ഹെൽപ്പ് സംഘടിപ്പിക്കുന്ന ഈ ഇവന്റിന്റെ മീഡിയ പാർട്ണർ കനേഡിയൻ താളുകളാണ്. എയർ കാനഡയിൽ നിന്നും കടത്തിയ സ്വർണം ഇന്ത്യയിലെത്തിയെന്ന് കനേഡിയൻ പോലീസ്. കാനഡയുടെ ചരിത്രം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ കവർച്ചയിൽ നിന്നുള്ള സ്വർണം ഇന്ത്യയിലേക്കും ദുബായിലേക്കും കടത്തിയിരിക്കാമെന്ന് കനേഡിയൻ പോലീസ്. കഴിഞ്ഞ വർഷം ടൊറന്റോയിലെ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് $20 മില്യൺ വിലമതിക്കുന്ന മോഷണം പോയ സ്വർണത്തിൽ വളരെ കുറച്ചു ശതമാനം മാത്രമേ കാനഡയിൽ ഉരുക്കി മാറ്റിയിട്ടുള്ളൂവെന്നും ബാക്കി ദുബായ് വഴി ഇന്ത്യയിൽ എത്തിയിരിക്കാമെന്നും കനേഡിയൻ പോലീസിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഹിറ്റ്ലറുടെ വംശഹത്യ ഊതിപ്പെരുപ്പിച്ചതെന്ന് 1 കനേഡിയരും. കാലം റിവേഴ്സ് ഗിയറിലാണ്. ചരിത്രം ചവറ്റുകുട്ടയിൽ തള്ളിയതൊക്കെ വിശുദ്ധമെന്ന് വാഴ്ത്തുന്നവരുടെ കാലം. ജൂതജനതയെ ഇല്ലായ്മ ചെയ്ത് ആര്യവംശശുദ്ധിക്ക് ശ്രമിച്ച ഹിറ്റ്ലർ പറയപ്പെടുന്നത് പോലെ വംശഹത്യ നടത്തിയതായി തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് കാനഡയിൽ നടത്തിയ സർവേ ഫലം. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ഭീകരാക്രമണത്തിനും ഹമാസിനെതിരായ രാജ്യത്തിന്റെ തുടർന്നുള്ള യുദ്ധത്തിനും ശേഷം കാനഡയിൽ യഹൂദ വിരുദ്ധതയുടെ തോത് വർദ്ധിക്കുന്നതിനിടയിലാണ് അസോസിയേഷൻ ഫോർ കനേഡിയൻ സ്റ്റഡീസിനു വേണ്ടി ലീഗ് പുതിയ വോട്ടെടുപ്പ് നടത്തിയത്. ഹോളോകോസ്റ്റിന്റെ ഔദ്യോഗിക മരണസംഖ്യ സംശയം ജനിപ്പിക്കും വിധം ഊതിപ്പെരുപ്പിച്ചതാണെന്നും പുതുതലമുറ വിശ്വസിക്കുന്നതായി സർവേ കണ്ടെത്തി. വടക്കൻ കാനഡ കനത്ത ചൂടിന്റെ പിടിയിൽ. ബ്രിട്ടീഷ് കൊളംബിയയിലെയും ആൽബർട്ടയിലെയും നല്ലൊരു ഭാഗവും ഹീറ്റ് മുന്നറിയിപ്പിന് കീഴിലാണ്. ഈ വീക്കെൻഡിൽ ചില പ്രദേശങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എൻവയോൺമെന്റ് കാനഡ അറിയിക്കുന്നു. പകൽ സമയത്ത് 30 ഡിഗ്രി സെൽഷ്യസിനും 35 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ താപനില പ്രതീക്ഷിക്കുന്ന ആൽബർട്ടയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഹീറ്റ് മുന്നറിയിപ്പുകൾ നിലവിലുണ്ട്. സ്കാർബറോയിൽ വൈദ്യുതി മുടങ്ങി. ആയിരങ്ങൾ ദുരിതത്തിലായി. മിഡ്ലാൻഡ് വിക്ടോറിയ പാർക്ക് അവന്യൂ മുതൽ സ്റ്റീൽസ് അവന്യൂ ഹൈവേ 401 വരെയാണ് തിങ്കളാഴ്ച ഉച്ചയോടെ വൈദ്യുതി മുടങ്ങിയത്. തകരാറിന്റെ കൃത്യമായ കാരണം അറിവായിട്ടില്ലെങ്കിലും രാത്രി 9:30 വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് ടൊറന്റോ ഹൈഡ്രോ പ്രത്യാശ പ്രകടിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.